ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2018 ഓർമ്മ വരുന്നത്. മലയാളത്തിൻ്റെ എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിയ ചിത്രമാണ് 2018. അദ്ദേഹത്തിന് പുതിയൊരു തുടക്കവുമായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. ഇതിലെ തുടക്കക്കാരി എന്ന് പറയുന്നത് വിസ്മയ മോഹൻലാലാണ്. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രസക്തി കൂട്ടുന്നത്. അതുപോലെ ആശിഷ് ജോ ആൻ്റണി എന്ന ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ എമ്പുരാൻ എന്ന ചിത്രത്തിൽ ഇടയ്ക്കൊന്ന് വന്നു പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ വിസ്മയയുടെ ആദ്യ ചിത്രം, വിസ്മയ മോഹൻലാലിനെ പോലെ അത്ഭുതപ്പെടുത്തിയോ എന്നറിയാൻ വേണ്ടിയായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. എനിക്ക് തോന്നുന്നു തുടക്കക്കാരി എന്ന നിലയിൽ സാമാന്യം മികച്ച പ്രകടനം തന്നെയാണ് വിസ്മയ നടത്തിയത്. അതുപോലെ ആൻ്റണിയുടെ മകനും മികച്ച പ്രകടനം തന്നെ നടത്തുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ചിത്രത്തിൽ ലാലേട്ടൻ ഉണ്ട് എന്നുള്ളതാണ്. ലാലേട്ടൻ ഒരു ചിത്രത്തിൽ 1 മിനിറ്റ് ആദ്യം അല്ലെങ്കിൽ 1 സെക്കൻഡായാലും വന്നു പോയി കഴിഞ്ഞാൽ ആ ചിത്രത്തിന് ഭയങ്കര ഹൈപ്പ് കിട്ടുന്നത് സർവ്വസാധാരണയാണ്. അങ്ങനെ ലാലേട്ടൻ ഈ ചിത്രത്തിൽ വന്നു പോകുമ്പം ചിത്രത്തിൻ്റെ കളക്ഷൻ അങ്ങ് മാറി വേറെ ലെവലിലേക്ക് മാറുന്നു എന്നുള്ളത് മനസ്സിലാവും. കാരണം ഒരു നായിക പ്രാധാന്യമുള്ള ഈ ചിത്രത്തിന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ ഈ ചിത്രം നേടുന്നുണ്ട് എന്നാണ് ആദ്യ ദിവസത്തെ കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. പ്രീഫെയർ ഇനത്തിൽ 77 ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രം നേടിയതെങ്കിൽ ട്രാക്കിംഗ് കളക്ഷൻ ഇപ്പോൾ പരിശോധിക്കുമ്പം 1,70,00,000 ഈ ചിത്രം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന തുക കേരളത്തിൽ നിന്ന് 2.5 കോടി രൂപയാണ്. അതുപോലെ വേൾഡ് വൈഡും മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന ഈ ചിത്രം 5 കോടി നേടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 4.5-5 കോടി റേഞ്ചിലേക്ക് ഈ ചിത്രം ചെന്ന് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നായികാ പ്രാധാന്യമുള്ള ഒരു ചിത്രം മലയാള സിനിമ 5 കോടി ആദ്യ ദിവസം തന്നെ നേടുക എന്ന് പറയുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. വിസ്മയുടെ അഭിനയത്തെപ്പറ്റി കണ്ടൊരു അഭിപ്രായം പറയുക. അതുപോലെ തന്നെ മികച്ച പ്രതികരണം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തുടക്കക്കാരി ഉണ്ടാകുന്ന ലാഞ്ചനകളൊന്നും ഇല്ലാതെയാണ് വിസ്മയ ഇത് കൃത്യമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചില ചിരികളും നിഷ്കളമായ ചില മാനറിഫങ്ങളുണ്ട് വിസ്മയ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില മാനറിഫങ്ങൾ വിസ്മയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ്റെ മികച്ച പ്രകടനം നമുക്ക് കാണാൻ പറ്റി. അതും ഒരു തുടക്കമായി മാറി. ജൂഡ് ആൻ്റണി വളരെ നാളിന് ശേഷം വരുന്ന ഒരു തുടക്കമാകുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മികച്ച തുടക്കം എന്ന് തന്നെ പറയാം. അത് ദിവസം 5 കോടി പിന്നിടുന്ന ഈ ചിത്രം പിന്നെ പ്രതീക്ഷിക്കുന്നത് ശനി ഞായർ ദിവസത്തെ കളക്ഷൻ തന്നെയാണ്. ശനി ഞായർ കൊണ്ട് ഈ ചിത്രം ഏകദേശം 20 കോടി പിന്നിടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ബുക്ക് മൈ ഷോ പരിശോധിക്കുമ്പം ഒരു തരംഗം തന്നെ ആഞ്ഞടിക്കുന്നുണ്ട്. ഏകദേശം 11,000 ടിക്കറ്റ് മണിക്കൂറിൽ വിറ്റുമാറുന്നുണ്ട്. അങ്ങനെ മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടി മുന്നേറുന്ന തുടക്കം എന്ന ചിത്രം പമ്പൻ ഹിറ്റിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിസ്മയുടെ ആദ്യത്തെ ചിത്രം 50 കോടിയിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ചിലരൊക്കെ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങി ഒരുപക്ഷെ 100 കോടി കടക്കാൻ സാധ്യതയുണ്ട് എന്ന്. എനിക്ക് അത്രമേലൊന്നും തോന്നുന്നില്ല. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓണ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. പിന്നെ മഴയൊരു പ്രശ്നമായി മാറുന്നുണ്ട്. ഏതായാലും മഴയൊക്കെ മാറി തുടക്കം ഒരു ഗംഭീര വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പം വിസ്മയം തീർത്താണ് മലയാള സിനിമയിൽ മുന്നേറുന്നത്. കാത്തിരിക്കാം. അപ്പം ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അഭിപ്രായം തുറന്നെഴുതണേ. അപ്പം എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഓരോരുത്തരുടെ അഭിരുചി വേറെയാണ്. അപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം തുറന്നെഴുതുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.